വളാഞ്ചേരി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാവമ്പുറത്ത് ആരംഭിക്കുന്ന ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ മുഖാന്തരം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള MLA പ്രിയപ്പെട്ട പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള വളാഞ്ചേരി നഗരസഭ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൽ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹുസ്ന നെല്ലേങ്ങൽ ഉൾപ്പെടെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഒരു പുതിയ യുനാനി ഡിസ്പെൻസറി നല്ല നിലയിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളാഞ്ചേരി നഗരസഭ ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൌകര്യം ഒരുക്കി തന്നപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള, ഈ ഡിസ്പെൻസറിക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഓഫീസർ, 2 തെറാപ്പിസ്റ്റുകൾ, ഒരു മൾട്ടിപർപ്പസ് വർക്കർ എന്നിവരെ ആരോഗ്യവകുപ്പ്, ആയുഷ് വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2.5 ലക്ഷം രൂപ നാമിൽ നിന്ന് എന്ന് പറയുമ്പോൾ 60%, 60-40 എന്നുള്ള നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 2.5 ലക്ഷം രൂപയുടെ മരുന്നുകൾ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിസ്പെൻസറിയിലെ റൂമുകളിലേക്കുള്ള, തെറാപ്പി റൂമുകളിലേക്കുള്ള എണ്ണപ്പാത്തി, സ്റ്റീം ബോക്സ് തുടങ്ങിയവ, മറ്റ് ഫർണിച്ചറുകൾ ഇവ കണ്ടെത്തുന്നതിനായി 16 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്നും വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിലൊന്നായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആയുഷിന്റെ ഡിസ്പെൻസറികൾ ഉണ്ടാവുക എന്നുള്ളത്. ആയുർവേദത്തിന്റെയും അതോടൊപ്പം തന്നെ ഹോമിയോയുടെയും ഡിസ്പെൻസറികൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ യുനാനി ചികിത്സ ആവശ്യമുള്ള ഇടങ്ങളിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് വേണം, തുടങ്ങണമെന്ന് പറയുന്ന ഇടങ്ങളിൽ അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം കേരളത്തിന്റെ ആയുഷ് മേഖലയിൽ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ തസ്തികകൾ തന്നെ നമ്മുടെ ആയുർവേദ മേഖലയിലും ഹോമിയോയിലും ഒക്കെ ധാരാളമായി തസ്തികകൾ സൃഷ്ടിച്ചു. 10-9 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും അധികം തസ്തികകൾ സൃഷ്ടിച്ച കാലഘട്ടമാണ്. രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ ആരംഭിക്കുന്നു. അതോടൊപ്പം സ്റ്റാൻഡർഡൈസേഷൻ, NABH അക്രഡിറ്റേഷൻ, ഇന്ത്യയിൽ ആദ്യമായി 250 സ്ഥാപനങ്ങൾ ആയുഷ് മേഖലയിൽ NABH അക്രഡിറ്റഡായത് ഈ കാലഘട്ടത്തിൽ കേരളത്തിലാണ്. അങ്ങനെ അഭിമാനകരങ്ങളായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കുറ്റിപ്പുറത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പുതിയ ബ്ലോക്ക് അടുത്തിടെയാണ് ബഹുമാന്യനായിട്ടുള്ള MLAയ്ക്കൊപ്പം ഉദ്ഘാടനം ചെയ്തത്. ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടി ഏറെ സന്തോഷത്തോടെ നഗരസഭ ഇവിടെ പരിധി ഒരുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ആയുഷ് യുനാനി ഡിസ്പെൻസറി തെറാപ്പി യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കോട്ടക്കൽ നിയോജക മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി സെന്ററിന്റെ നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു. തുടർന്ന് ചടങ്ങിന് അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. നാട്ടിൽ നിലവിലുള്ള ഏതൊക്കെ ചികിത്സാ രീതികളുണ്ടോ ആ ചികിത്സാ രീതികൾ മുഴുവൻ സിദ്ധയും യുനാനിയും ആയുർവേദവും ഹോമിയോവും അലോപ്പതിയും എല്ലാം അടക്കം ഒരു മുനിസിപ്പാലിറ്റിയിൽ സംഗമിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ ആരോഗ്യ രംഗത്തുള്ള സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള വളാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, അനുമോദനം ചെയ്യുകയാണ്. വികസനം നാടിന് നൽകുക, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക, നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ തേടുക എന്നത് ഒരു ഭരണസമിതിയുടെ നിരന്തരമായ കർമ്മത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഭാഗമാണ്. അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയുഷ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ചികിത്സാ രീതികളെയും ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായത് അത് തെരഞ്ഞെടുക്കാനും അതിലൂടെ ചികിത്സ നേടാനും അതിലൂടെ രോഗമുക്തി ഉണ്ടാകാനും കഴിയാവുന്ന ഒരു സംയമനത്തിന്റെ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം. യുനാനി സെന്റർ ആരംഭിക്കുന്നതോടുകൂടി കേരളത്തിലെ നഗരസഭകളിൽ അലോപ്പതി, സിദ്ധ, ഹോമിയോ, ആയുർവേദം തുടങ്ങി എല്ലാ വിഭാഗം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുമുള്ള നഗരസഭയായി വളാഞ്ചേരി നഗരസഭ മാറുകയാണ്. വിശാലമായ വെയിറ്റിംഗ് ഏരിയ, റിസപ്ഷൻ, ഫാർമസി, കൺസൾട്ടേഷൻ റൂം,
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക തെറാപ്പി മുറികൾ എന്നിവ സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ, 2 തെറാപ്പിസ്റ്റുകൾ, ഒരു മൾട്ടി പർപ്പസ് വർക്കർ എന്നിവരുടെ സേവനം ആയുഷ് യുനാനി സെന്റർ വഴി ലഭിക്കും. നാഷണൽ ഹെൽത്ത് മിഷൻ കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന 4 യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി സെന്ററിൽ 1 മലപ്പുറം ജില്ലക്കും അത് വളാഞ്ചേരി നഗരസഭക്കുമാണ് ലഭിച്ചത്. നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇബ്രാഹിം മാരാത്ത്, മുജീബ് വാലാസി, CM റിയാസ്, റൂബി ഖാലിദ്, നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ രവീണ, കേരള യുനാനി മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ നാസർ MT, കൗൺസിലർ സദാനന്ദൻ കോട്ടീരി, ഷിഹാബ് പാറക്കൽ, ആബിദ മൻസൂർ, സിദ്ദീഖ് ഹാജി കളപ്പുലാൻ, ഈസ മാസ്റ്റർ, N നൂർജഹാൻ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ നീട്ടുകാട്ടിൽ മുഹമ്മദലി, C ദാവൂദ് മാസ്റ്റർ, വെസ്റ്റേൺ പ്രഭാകരൻ, മുസ്തഫ മാസ്റ്റർ, P ഷാബി, P നസീറലി, U ഷിഹാബ്, MP ഹാൻസം മാസ്റ്റർ, അസൈന നടക്കാവിൽ, ഫൈസൽ അഗയിൽ, ഷംസുദ്ദീൻ മുളമുക്കിൽ, ഡോക്ടർ നജ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, നഗരസഭ ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹുസ്ന നെല്ലേങ്കിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.